ഉത്തമയായ ഭാര്യയുള്ളവൻ ഭാഗ്യവാൻ. അവന്റെ ആയുസ് ഇരട്ടിക്കും. അവൻ സമാധാനത്തോടെ ആയുസ് തികയ്ക്കും. ഉത്തമയായ ഭാര്യ മഹത്തായ അനുഗ്രഹമാണ്. കർത്താവിനെ ഭയപ്പെടുന്നവർക്ക് ലഭിക്കുന്ന ദാനങ്ങളിൽ ഒന്നാണവൾ. ഈശോയ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. എൻ്റെ ഈശോയെ, എൻ്റെ ഈശോയെ. ഈയോട് പിന്നെ ഇളകിയാ ഇതിപ്പോ തലയിടല്ലോ. ഇന്ന് അമ്മയുടെ തലയിൽ വീണേനെ. ജസ്റ്റിനാ മിസ്സായേ. കറക്റ്റ് പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ തന്നെ എത്തിയിട്ട എൻ്റെ പൊന്നുമോൻ. എൻ്റെ പൊന്നമ്മച്ചി വന്ന് കയറുമ്പോൾ തന്നെ തുടങ്ങല്ലേ. ഇങ്ങനെ കുറച്ച് വെട്ടിക്കോട്ടുണ്ട്. ആ ജോസേട്ടാ തന്നാ. നീ ഇത് കറി വെക്കാനുള്ള പരിപാടി വെക്ക്. കുറച്ച് കപ്പേനുണ്ടാ, ഞാൻ വിളിച്ചിട്ട് വരാം. നിന്റെ അടിവസ്ത്രമൊക്കെ നീ തന്നെ കഴുകിക്കോട്ടാ. സ്ത്രീയെ ഞാൻ തന്നെയല്ലേ കഴുകാറ്. എന്നിട്ടാണല്ലോ നിന്റെ മുറിയിൽ കുറേ വവ്വാലുകൾ തൂങ്ങി കിടക്കണേ. ഉണ്ടായിരിക്കാൻ പറ്റി നാട്ടിന് മൊത്തം കേൾക്കുന്നു. എടി മിസ്സേ, ആ മംഗളമെന്ന് വെച്ചേനേ, ആ സുമിത്രയ്ക്ക് ഇത് 10ാം മാസാ. ഇന്നെങ്കിലും ആ കൊച്ചൊന്ന് പ്രസവിച്ചാൽ മതിയായിരുന്നു. കൂട്ടത്തിൽ നീ ആ വലിയപ്പൻ്റെ ഗുളികളും കൂടെ എടുത്ത് എന്നെ കൊണ്ടൊന്നും വയ്യ. ഇതിനാണോടി നിന്നെ ഞാൻ ബാംഗ്ലൂർ വിട്ട് നഴ്സിംഗ് പഠിപ്പിച്ചേ. എന്റെ പൊന്നമ്മച്ചി എടുത്ത് തരാ. അപ്പ എണീറ്റേ, ഗുളി കഴിക്കണ്ടേ? ഇതേ പോള് വെട്ടിക്കൂട്ടൊക്കെ കൊണ്ടുവന്നുണ്ട്. ഒന്ന് എണീറ്റേ, വേഷം കെട്ടാണ്ട് എണീറ്റേ. അപ്പാ 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 എടി ലിസേ, ഒന്നും ഇങ്ങോട്ട് വന്നേ. ദേ അപ്പനെ അനക്കല്ലാടി. അപ്പനെ പൾസില്ല എന്നുവെച്ചാ അപ്പം പോയി. ഉറപ്പാണോ? ഞാൻ നേഴ്സല്ലമ്മേ. പോളെ, എടാ പോളെ, എന്താണ് പോളെ, അപ്പനെ അനക്കല്ലടാ. അപ്പം പോയെന്ന് തോന്നണ്ട് കേട്ടാ. തന്നെ കളോ പണി പറ്റിച്ചാ. ആളുകളോടൊക്കെ പറയണ്ടേ, എന്താപ്പ ചെയ്യാ? എനിക്കാണെങ്കിൽ നല്ലൊരു സാരി പോലും ഇല്ല ഉടുക്കാനായിട്ട്. എടാ നീ നല്ലൊരു തുണി എടുത്തു കൊടുത്തേ. ഒരു 1.5 ഇഞ്ച് തുണിയും ചുറ്റി നടക്കാം. അവന്റെ ഒരു പാഷൻ ഷോ. ഹലോ, ആളെ നീ എവിടെയാ? അവിടെ ചെറിയൊരു പ്രശ്നമുണ്ട്. നീ വീട്ടിലേക്കോ? അതൊക്കെ ആരുണ്ടെന്ന്. അവരെ ഓടിക്കോ. പെട്ടെന്ന് വാട്ടാ. അയ്യോ എൻ്റെ ഈശോയേ, ഞങ്ങളുടെ അപ്പം പോയേ. അപ്പൻ്റെ എനിക്ക് സുമിത്രയുടെ കാര്യം ഓർത്തിട്ടാ വിഷമം. എൻ്റെ ഈശോയേ. എവിടെ ആയിരുന്നേ മോനെ നീ? പച്ചവെള്ളം കിട്ടാനോടെ പാട്. എനിക്ക് 600 എത്ര വയസ്സ് ഉണ്ടാവൂടാ? 94. 100 അടിച്ചില്ല. ഔട്ട്. സാധനം തീർന്നല്ലോടാ. എങ്ങടെ വെള്ളക്കിട്ട് നിന്റെ അപ്പനെ കിട്ടിക്കാൻ
എടി നാളെ നീ വരില്ലേ? വരുമ്പോ ആ കറുത്ത ചുരിദാറും കൂടി കൊണ്ടുവരണട്ടോടി. ആ ശരി. എന്തായാലേ അപ്പുറത്തേക്ക് നിലയാ നീ ഇതെവിടെ ഇറങ്ങുന്നത്? ചെറിയൊരു പണിയിട്ടില്ലയാ. 12 മണിക്കാണ് നാളെ വരുള്ളൂ. അവർക്ക് വേറെ പണിയൊന്നും തോന്നുന്നു. ഒരു കാര്യം ചെയ്യ്, ഉദയന്നേ 2 ലൈറ്റ് ഉണ്ട്, എന്നിട്ട് വഴിയിലിട്ടേ. ഞാൻ റെഡി ആയിക്കോളാം. അച്ഛനെപ്പോഴും തന്നെ 5 മണി എന്നാ പേര് പറഞ്ഞ ഒളിത്തിക്കോളും. പിന്നടാ ആ മണവാട്ടി സുരക്ഷയുടെ മണത്തോടെ തിറപ്പുണ്ട്. ആ വന്നിട്ടുണ്ടാ? ഒരു തുള്ളി കൊടുത്തേക്കരുത്. പിന്നെ ഇവിടെ നമുക്ക് സാധനമില്ല, പിന്നെയാണ് അവൻ്റെ അമ്മ മരിച്ചിട്ട് പെഗ് എന്നിടാ പറഞ്ഞറി. ഇവിടെ ഒരു ദാനം കൊടുക്കൂല, ഇവിടെ നമുക്ക് അടിക്കാൻ ദാനമില്ല. അപ്പോഴാണ് കുടിപ്പിക്കാൻ ഞാനെ. എടാ പോളെ ഇങ്ങോട്ട് വന്നേ. അമ്മ 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 എടാ നീ ഇവിടെ ഇങ്ങനെ കള്ളും കുടിച്ചിരുന്നോ? അപ്പൊ അവന് കിടക്കാൻ പെട്ടി മേടിക്കണ്ടേ? എൻ്റെ 500 രൂപ എൻ്റെ പൊന്നമ്മച്ചി. ലിസ മോളെ നടക്കൂലമ്മ. ഓ അതിനല്ല, നീയേ അപ്പാപ്പിന്റെ നല്ലൊരു ഫോട്ടോ എടുത്ത് ആ വാട്സപ്പ് ഗ്രൂപ്പിൽ അങ്ങോട്ട് ഇട്ടേ. എല്ലാവരും അതൊന്നും അങ്ങോട്ട് കാണട്ടെ. എടാ പോളെ നീ മൂന്തി കൊണ്ട് നിക്കാണ്ട് എന്തെങ്കിലും വഴി കണ്ടുപിടിക്കട്ടാ. അല്ല പിന്നെ ഞാൻ തൊഴിൽ പിടിക്കാനാ. ഓർമ്മ എന്തിട്ടെടുത്ത് ഒഴിക്കാനാ? സാധനം തീർന്നാ ഈ പാത്രത്തെ എവിടെ നോപ്പിക്കാനാ? ആ സോളവിനോട് പോയി നോക്കാം. വാറ്റ് കിട്ടും, വാറ്റ് വെച്ചിട്ടാ അത് മതി. വാറ്റാ വാറ്റ് അത് കിട്ടും. നീ വരാതെ വേറെ കിട്ടാനാ അത് മതി. എൻ്റെ 500 കിട്ടാ. 500 എടുത്തേ, അത് മതി. ഇങ്ങടെ താട്ട ഇങ്ങടെ കേട്ടത് അമ്മ വിളിക്കണോ? നോക്കുവല്ലേ? ബാ എനിക്ക് ബാ എനിക്ക് എടാ പോളെ ഇത് 10,000 രൂപയുണ്ട്. മരണ ഫണ്ടിന്റെ പൈസയാ. കപ്പ്യാരെ കൊണ്ടുവന്ന് തന്നിട്ട് അങ്ങോട്ട് പോയുള്ളൂ. നീ ഇതെവിടേക്കാ പോണേ? പെട്ടി വാങ്ങണ്ടേ? യോ നിന്റെ അപ്പാപ്പ മരിച്ചു കിടക്കുമ്പോ നീയാണോ പെട്ടി മേടിക്കാൻ പോണേ? നിന്റെ കുറെ ഫ്രണ്ട്സ് ഉണ്ടല്ലോ പുറത്ത്, അവരാരെങ്കിലും പറഞ്ഞു വിട്. നീ പോണ്ട, ഇവിടെ ബന്ധുക്കളൊക്കെ പറഞ്ഞതാ. എടാ ചെറുക്ക വേഷം കെട്ട് കാണിക്കാതെ പോവണ്ട നീ. ആ വരണു. അയ്യോ എന്റെ ലിസി അപ്പം പോയടി. വല്യപ്പച്ചന് ഹോസ്പിറ്റലിൽ ഉണ്ടോണ്ടേ? എന്തിന്? വീട്ടിൽ കയറുന്ന വെടിയെ കഴിഞ്ഞാ ഡോക്ടറുടെ സർട്ടിഫിക്കറ്റ് ഒക്കെ വേണം, ഇല്ലെങ്കിൽ പൊല്ലാപ്പാ. നമുക്ക് ഡെത്ത് കൺഫേം ചെയ്യണ്ടാ. എന്തിന്? ലിസ് നോക്കിയതല്ലേ, അവൻ നേഴ്സല്ലേ, അത് മതി. അപ്പൊ അങ്ങനെയാ. ഹലോ ഹലോ, കോളുകൾ ചെയ്യുന്നതിനായി താങ്കളുടെ അടുത്ത് ഒരു വാലിഡ് പ്ലാൻ ഇല്ല. ദയവായി ഉടനെ റീചാർജ് ചെയ്യൂ. അതായത് 10,000 ഉണ്ട്. നിങ്ങൾ സാധനം വാങ്ങാൻ പോലെ ഒരു പെട്ടി വാങ്ങും. പെട്ടിയാ? എന്ത് പെട്ടി? എടാ മരണ വീട്ടിൽ വേറെ എന്തെങ്കിലും പെട്ടിയുണ്ടാ? ശവപ്പെട്ടി അളയാ നമ്മൾ വാങ്ങും. നിന്റെ അപ്പാപ്പൻ എന്ന് പറഞ്ഞാൽ എൻ്റെ അപ്പാപ്പനല്ലടാ, ഞാൻ മേടിച്ചോളാം. ഈ വക സാധനങ്ങളൊന്നും എൻ്റെ വണ്ടി കയറാൻ പറ്റാട്ടോ. ഇയാളുടെ വണ്ടി എന്നിട്ട് BMW ആ. അതെന്താ അങ്ങനെ പറഞ്ഞേ? നീ വന്നേ എടാ ഒരു പെട്ടിക്ക് എത്ര വരും? നമുക്കൊരു 3,000-4,000 രൂപ പെട്ടി മേടിച്ചേടാ, ബാക്കി കാശ് നമുക്ക് ചൊലുത്താം. അതൊക്കെ തെറ്റല്ലടാ. തെറ്റാണെങ്കിൽ അടിക്കണ്ട കോപ്പ്. നിങ്ങടെ വന്നേ. എൻ്റെ പൊന്നു പോളെ, ഈ 10,000 രൂപയ്ക്ക് എന്ത് പെട്ടി കിട്ടാനാ? ചുരുങ്ങിയൊരു 10 രൂപ എൻ്റെ ആവും നല്ലൊരു പെട്ടി. അത് വരും. ഒന്നിലും നമ്മുടെ അപ്പാപ്പനല്ലടാ, നല്ലൊരു പെട്ടിക്ക് എടുത്ത് വിടണ്ടേ? പൊന്നു വരെ പോയി അവിടെ നിന്ന്. വേണ്ടെങ്കിൽ വേണ്ട. എൻ്റെ ഇതുള്ളു, ഇതിന് കിട്ടണ പെട്ടി കാണിച്ചാൽ മതി. അല്ലെങ്കിൽ 4 പലക വാങ്ങിച്ചിട്ട് അതേ കിടത്താം. ആയാലത്തെ ഒരു പട്ടൊട്ടൊരു ബാറ്ററി ഉണ്ടാക്കി തന്നുള്ള ചന്ദനത്തെ കിടത്താൻ പുള്ളിനെ ഞാൻ. അളവാ പെട്ടിയുടെ അളവിടാൻ മേരെ അമ്മജി ഒരു ഇറുക്കളി കേട്ടോ. എടി ലിസേ മാട്ടിൻ ചേട്ടൻ ഒരു ഈർക്കിളി എടുത്തെടുത്ത് കൊടുത്തേ. എന്തിനാ ഇറുക്കളി? വെയിറ്റ് ആൻഡ് സീ. എന്ത് വേടേ ഇരിക്കളേ ചോദിച്ചേ, ചൂലല്ല. അവള് മാടൽ വെട്ടി കൊണ്ടുവരാൻ ഭാഗ്യം.
എന്തോ സോറി. പോളെ 3:30 ഉറപ്പാണോടേ? 3:30 വാടാ. 3:30. ചിക്കൻ കൊള്ളാലോ. മോനെ പോളെ, നീ പോയി ആ കുപ്പിയെടുത്ത് 2 അടിക്ക്. 3-ാമത്തെ പെഗ്ഗിൽ ഐസ് ക്യൂബ് വീഴും മുമ്പ് ഈ മാട്ടിയും പിള്ളേരും പെട്ടിയുമായി എത്തിയിരിക്കും. എന്തെടുത്തൊഴിക്കാനാ? ഓ സോറിടാ. എന്നാ പോയി നീ കട്ടറടി. ദേ പോയി ഇതാ വന്നു. പയ്യെ വന്നാൽ മതി, പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. പെട്ടി എടുത്തിട്ട് വണ്ടിയിൽ വെച്ചോ, എന്നിട്ടേ അവൻ്റെ വീട്ടിൽ കിടന്നു. കൊച്ചെറുതാപ്പിള രാവിലെ വരത്തുള്ളൂ, അപ്പോഴത്തേക്ക് വന്നാൽ മതി. എന്നാട്ടോ ശരി. പൈസ സൂക്ഷിക്കട്ടാ. കേൾക്കാത്ത പോലെ റൈറ്റ്. ഹലോ, റജി പറടാ. മാട്രാ എഴുതിക്കോ. കൊച്ചിട്ടിൻ്റെ മാപ്പിള, 94 വയസ്സ്. മക്കള് ഉലഹന്നാൻ, വർക്കിയേണ്ട വെട്ടിയേരെ. മക്കള് ഉലഹന്നാൻ, പേരക്കുട്ടികൾ പോൾ ഉലഹന്നാൻ. ഇൻസ്റ്റഡി പ്രത്യേക മനുഷ്യൻ കേട്ടാ. പോൾ ഉല 95 കിട്ടിയ. പിന്നെ ലിസ ഉലഹന്നാൻ. അത് മതി. ഓക്കെടാ. എടാ പോളെ, പത്രത്തിൽ കൊടുത്താ? നാളത്തെ പത്രത്തിൽ തന്നെ വരുമോ? ആ സമയത്തൊക്കെ അവിടെ നിൽക്കണ്ട്, അവരൊക്കെ ഒന്ന് കാണട്ടേന്ന്. ഫ്രണ്ട് പേജ് ഉണ്ടാവും. പോയാ മേടുന്നു. നമ്മുടെ പോളിന്റെ പവല്ലേ ഏത് പോലെ? അത് വണ്ടുമുളക്. അവിടെ ഈ കള്ളൊന്നുമില്ല. 2 ഉപ്പി കള്ളരവോ? നാടനോ വിദേശിയോ? നട മതി. അതെന്താ ഇങ്ങനെ വഴിയേറ്റ് പോണ കുഞ്ഞാടുകളെ വഴി തെറ്റാതെ എൻ്റെ അടുത്ത് എത്തിക്കണ ദയവായി. മനസ്സിലായി ഞങ്ങൾ പെട്ടി വന്നു. എന്തിനാണ് ഈ പാതിരക്ക് നീക്കും കൂടി എന്നെ അന്വേഷിച്ചു വരുന്നത്? അതെ 3:30 അളവ് പെട്ടിയുടെ ഓ എടുത്തോണ്ട് പോകും. റേറ്റ് പറ. 12,000. 12,000 ഉള്ള ചേട്ടോ കടയല്ല പെട്ടിയുടെ. അന്ന മക്കളെ കാര്യം വേറെ കടയിലോട്ട് വിട്ടോ കേട്ടോ.
നമുക്ക് ഈ 12,000 പെട്ടിയൊന്നും വേണ്ട. 3,000 എന്നോട് പെട്ടി മതി. എന്നുള്ള പരിപാടിയുള്ള ഉള്ളൂടാ. പെട്ടെന്ന് തട്ടിക്കൂട്ടിയ പരിപാടിയാണ്. ചേട്ടാ സമ്മതിച്ചു. സാധനം എടുക്കാം. എങ്ങോട്ടാണ് ഈ തള്ളി കയറി പോണേ? പെട്ടി 12,000 രൂപ. ഞങ്ങൾക്ക് അത് മാത്രം പൈസ ഒന്നും ഇല്ല. ഡിസ്കൗണ്ട് ആക്ക്. നിങ്ങളൊരു കാര്യം ചെയ്യും, ഇതാ കിടക്കണ തടി കഷ്ണങ്ങളെല്ലാം കൂടി തട്ടിക്കൂട്ടി നിങ്ങളൊരു പെട്ടി ഉണ്ടാക്കിയോട് കൊണ്ടുപോക്കോടാ. എന്റെ അപ്പൻ ചത്തപ്പോ എന്റെ കയ്യിലൊരു 5 പൈസ പോലും ഉണ്ടായിരുന്നില്ല. ഒരു പെട്ടി വാങ്ങിക്കാനുള്ള പൈസ പോലും എന്റെ കയ്യിലുണ്ടായിരുന്നില്ല. അന്ന് ഞാൻ തീരുമാനിച്ചതാ. അല്ലടാ മൈരേ, കാശുകാരനാവണോ? കാശുകാരനാ ഞാൻ കാശുകാരനായെന്നുണ്ടെങ്കിൽ ഈ പാതിരാത്രിക്ക് ഈ കടയും തുറന്നു വെച്ചുകൊണ്ട് നിന്നെ പോലുള്ള ഉമ്പമാരെ കൂട്ടത്തിട്ട് ഇങ്ങനെ വെള്ളടിക്കുവോ? നീ ഇരിക്കുന്നേ ചേട്ടാ എന്തിന് പിടിച്ച ഒരു 7,000 രൂപ ഉണ്ട്. ഇത് പിടിക്ക്, അത് പിടിച്ചോ. ആ വെട്ടി അങ്ങോട്ട് കേട്ടാ. എന്താ ചോദിച്ചോ? ചേട്ടാ വിളിച്ചു എടുക്കാം. എടാ പെട്ടിയും കിട്ടി കുപ്പിയും കിട്ടി. 2 കുപ്പി നമ്മുടെ കയ്യിലില്ലേ? ഒരെണ്ണം നമുക്ക് പൂശാം. ഇത് രാവിലെ ചെന്നതെന്നുള്ള അവൻ പറഞ്ഞേ. നല്ല സ്പോട്ട് ആക്കി തോട്ട് നമുക്ക് നമ്മുടെ ചെറുപാട് നിർത്താം. ആവാം. സാധനമൊക്കെ മാറ്റുമോ? നോക്കിയാറ എത്തെടുക്കണ്ടോ? അതിലൊന്നുമില്ല സാർ. എന്താടാ പരിപാടി? സാറേ ഞങ്ങളെ കൂട്ടുകാരൻ്റെ അപ്പനെ നല്ല മരിച്ചു പറഞ്ഞു. അപ്പോൾ ഇവിടെ ഇറങ്ങിയത് തോന്നുന്നു മൂപ്പുറേക്ക് വന്ന് പറഞ്ഞാൽ വണ്ടി ഒന്ന് ഓടിക്കുകയാണ്. കൂട്ടുകാരൻ്റെ അപ്പാവൻ മരിച്ചതിന് നിനക്ക് എന്തിനാണ് കൂട്ടറ? എന്താ ഇനി വലിയ മുളിമ തുറച്ചുള്ള ബന്ധത്തിലാണോ? അത് സാറെ പെട്ടി മേടിക്കാൻ വന്നാണ്. ഇവൻ്റെ ആണെങ്കിൽ ചെറിയ മൂത്രസഞ്ചിയാ, എപ്പോഴും മൂത്രയ്ക്കണം. മുള്ളിക്കഞ്ഞി പടിയായിക്കോ പടിയായിക്കോ. ഭാഗ്യത്തിന് രക്ഷപ്പെട്ടാ, എന്നല്ലെങ്കിൽ എല്ലാം കൂടി എന്നാ തിറക്കണം തന്നെ. ഞാൻ കയറാൻ നോക്ക്. ശരി സാറേ, കൊണ്ടായി വേറെ പ്രശ്നമൊന്നുമില്ല കേട്ടോ. അളിയാ എന്തോ ഭാഗ്യത്തിന് രക്ഷപ്പെട്ടാണ്. നീ നേരെ വണ്ടി കളിലേക്ക് എടുത്തേ, വണ്ടിയിൽ കിടന്നുറങ്ങാം. എന്തായാലും രാവിലെ കൊച്ചുവരുത് അപ്പോളെ കുളിപ്പിക്കാൻ വരാണ്ട് പെട്ടിയോണ്ട് ആവശ്യമൊന്നുമില്ല. ഇല്ല ഞാൻ പോട്ടെ.
മാപ്പിളയുടെ ഇളയ ചെക്കനാ അവിടെ പോകണ്ടല്ലേ പറയുന്നത് മാപ്പിളാണ് സ്വത്തിന് വേണ്ടി ഇവര് തട്ടിയാ നോക്കിയാ ഈ പുള്ളി ആരാ എത്തുണ്ടാറ്റിയാ വീടല്ലേ ഇത് നല്ലതായിട്ട് നടക്കണേ ഇത് ഭംഗിയാക്കണം നിങ്ങൾ ഉത്തരത്തല്ലേ എന്റെ പൊന്നേടെ നമുക്ക് വഴി കാണാന്ന് ഞാൻ റെഡിയാക്കുന്നില്ല അവിടെ ഇരിക്കട്ടാ ഇയാളൊക്കെ എന്തുട്ടി കിടന്ന് നിങ്ങളുടെ വീടല്ലോ മനുഷ്യരാ സംസാരിച്ചാ തീരാത്ത കുഴപ്പമുണ്ടോ ഇത് പിടിച്ചേ അടിച്ചേ അല്ല അടി മാറ്റിയാണ് മാറ്റി പറഞ്ഞ നോക്കിയല്ലേ ഇനി സംസാരിക്കാം പെട്ടി മേടിക്കാൻ പെട്ടി പെട്ടിയെടുത്താ പണിപ്പാടി പോയി നോക്കിയാലാ പോലീസ് വീട് തന്നെ വെച്ചേക്ക് പെട്ടി നിങ്ങളോട് വീട് മാറിയിട്ടില്ല സാർ പെട്ടി പേടിക്കണ്ട ഇത് ജനമയത്തിൻ്റെ പോലീസത് അപ്പൊ അത് ജനങ്ങൾ അങ്ങോട്ട് പോയി സഹായിക്കുന്ന പണി എന്നാലും പെട്ടി ആരെങ്കിലും മറന്നു നോക്കിയോളാം എനിവേ ഓ സോറി കേട്ടി കണ്ടോളൂ വീട്ടുകാരോട് പറഞ്ഞേക്ക് ഇപ്പൊ വേണ്ട പിന്നീട് വയ്ക്കില്ല ശരിയാ നോക്കെ നല്ല മനുഷ്യല്ലേ ജനമൈത്രിയാണ് പോലീസൊക്കെ പെട്ടിക്കൊണ്ടിരാൻ വന്ന് പെട്ടിയാ കുടിക്ക് പെട്ടിക്കൊണ്ടിരുന്ന പോലീസാ ജനമൈത്രി എല്ലാവർക്കും ചേട്ടാ പെട്ടിയൊക്കെ അവർ കൊണ്ടുവരും തുണിയെടുത്തേ പെട്ടിയാണോ പെട്ടിയൊക്കെ തുണിയിരിക്കട്ടെ മറ്റേ വീഴ്ത്താ പെട്ടെന്ന് എന്തായാലും അളവ് കറക്റ്റ് ആവുന്നല്ലോ നടക്കല്ലോ പെട്ടി ചെറുതായതണം പുള്ളി വലുതായതണം അയ്യോ എന്റെ അപ്പനെ കൊണ്ടുപോവല്ലേ എന്റെ അപ്പ ദേ പോള് വെട്ടിക്കൂട്ട് കൊണ്ടുവന്നണ്ടപ്പാ അപ്പന് ഇഷ്ടമുള്ള കപ്പിട്ട് വെക്കപ്പാ അപ്പന്റെ പെൻഷൻ കാശ് എവിടെ ഒളിപ്പിച്ചു വെച്ചേക്കണേ അപ്പാ അവളോട് ആ പൂതി 4 ആക്കി മടക്കി വെച്ചേക്കാൻ പറയണ്ടേ അപ്പാ എന്റെ പൊന്നപ്പാ കറക്റ്റ് ആവുന്നല്ലോ ആള് മരിച്ച് നീളം കൂടും ഏയ് മയിലുകളെ എന്റെ അപ്പന് നല്ലൊരു പെട്ടി വാങ്ങിക്കാൻ പോയോളായിരുന്നില്ല
കുറെ നേരം എന്റെ മുന്നിൽ മരണ വീടോ ചന്തയോ ആ മൃതത്തോട് ബഹുമാനം കൊടുത്തു. സ്വഭാവം എപ്പോഴും ഇങ്ങനെ അച്ചോ. കഴിഞ്ഞ പ്രാവശ്യം കുടുംബശ്രീയിലെ കടിച്ചത് പാട് ഇപ്പോഴും പോയിട്ടില്ല. ഓ മാറിയിരിക്കട്ടെ. ഒന്നുകിൽ നിന്റെ അപ്പനല്ലതായി കിടക്കണേ. എന്തുവാ ചേച്ചി ഇത്? അച്ഛാ ബെന്നി വിടുന്നിട്ടാ കപ്പേരെ ബെന്നി. പോളെ മരണ വീടല്ല ഒരു പായ വെച്ച് കെട്ടിക്കൊടുത്ത. നമുക്കെല്ലാവർക്കും ഈ അപ്പച്ചൻ്റെ നിത്യശാന്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. എല്ലാവരും കണ്ണുകളടച്ച് നമുക്ക് ഈ പരമനായ ആത്മാവിൻ്റെ ശാന്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ. നാളെ കുർബാന ഉണ്ടാ? ഓ എന്റെ പൊന്നു ചേർത്തി പിന്നെ പറയാതെ എപ്പോഴാ വന്നേ? അപ്പനെ ഒന്നുമില്ലേ? ഇല്ല, ഈ ഇടിയും കോലാലൊക്കെ ഉണ്ടാക്കി വെറുതെ. എടി ആനെ അപ്പന് കപ്പയും വെട്ടിക്കൂട്ടൊന്നും ആയില്ലേ? അപ്പ കിളവൻ ചത്തില്ലേ? എടി നീയല്ലേ പറഞ്ഞേ ഈ കിളവൻ തട്ടിപ്പോയിന്ന്? പറഞ്ഞില്ലല്ലോ, മനസ്സിലാന്നല്ലേ പറഞ്ഞുള്ളൂ. ഇറ്റ്സ് എ മെഡിക്കൽ മിറാക്കിൾ അമ്മ. സന്തോഷിക്കില്ലേ വേണ്ടേ? അവൻ തിരിച്ചു വന്ന്. ഈ തേച്ച് വെച്ചിരിക്കുന്ന സാരിയൊക്കെ ഞാൻ ഇനി എന്നാ ചെയ്യും? എവിടെ നിന്റെ കൂട്ടുകാരന്മാരൊക്കെ? അവര് പോയി. അറ്റ്ലീസ്റ്റ് അളവ് നോക്കി പെട്ടി വാങ്ങാനുള്ള കോമൺ സെൻസ് പോലും നിനക്ക് ഇല്ലടാ. ഞാനല്ല നോക്കിയെന്ന് മാട്ടിന്നെ. എന്നിട്ട് അവരൊക്കെ എന്ത്? അവരെന്ത്? അവരൊക്കെ മുങ്ങി. സത്യത്തില് നേഴ്സിംഗ് പാസ്സായ നീ വർക്ക്. ഞാൻ അവരോട് നേരത്തെ കുട്ടി പറഞ്ഞതാണ് ഡെത്ത് കൺഫേം ചെയ്യണമെന്ന്. നീ ഒന്ന് ആലോചിച്ച് നോക്കി, ഈ ജീവനോടെ അങ്ങനെ കുഴിച്ചിടണമെങ്കിൽ നീയും തൂങ്ങും അവനും തൂങ്ങും. അല്ലെങ്കിൽ ബെന്നി പറയുന്നത് ഒരു വിലയില്ലല്ലോ ഇവിടെ. അല്ലെങ്കിൽ ബെന്നിക്കൊരു വിലയില്ല. അതിനെങ്ങനെ ബെന്നി ഉടുമ്പടക്കം എങ്ങനെയല്ലേ? അല്ലെങ്കിൽ നേഴ്സിംഗിന്റെ ABCD ഇവിടെയൊക്കെ എന്നെ കൂടെ ഒന്ന് പറയിപ്പിക്കണ്ട. ഓരോരോ മരവാഴകള് കഷ്ടം. അല്ല പിന്നെട്ടാ നേഴ്സിംഗിൽ ABCD ഉണ്ട്. അപ്പം ചായ കുടിക്ക്. എന്റെ കൺവെട്ടത്തുനിന്ന് പൊക്കോട്ടെ നീ, ഇല്ലെങ്കിൽ ഞാൻ ചെലവെടുത്ത് തലക്കടിക്കും. എല്ലാവർക്കും വേണ്ടല്ലോ കഷ്ടപ്പെട്ട് നാട് നാട്ടാനും. ഇപ്പൊ എന്തുണ്ടായെന്നാവും? എല്ലാവരും കളിയാക്കിയ സങ്കടത്തില് ലിസിമോള് വാതിൽ കൊട്ടിയടച്ചതും അവരുടെ വീടിന്റെ ഇളകി കിടക്കുന്ന ഓട് നേരെ താഴേക്ക് വന്നു വീണതോ നമ്മുടെ പാവം വർക്കിച്ചേട്ടന്റെ തിളങ്ങുന്ന തലയിലും ഡിം ചോര, മുഴുവൻ ചോര. അങ്ങനെ സ്വന്തം അപ്പൻ്റെ മരണം കൂടാൻ വന്ന വർക്കിച്ചേട്ടൻ 56 വയസ്സ് ഈ ലോകത്തോട് വിട പറഞ്ഞിരിക്കുന്നു. ഇന്ന് ദുഃഖാർദ്ധരായ കുടുംബാംഗങ്ങൾ പരമാനന്ദം നുകരുമിടത്തിൽ പോകുന്നു ഞാൻ എന്നുമെന്നേക്കും പരിശുദ്ധൻ. കരയല്ലേ ലില്ലി, നീ സമാധാനിക്ക്. ഒന്നുമില്ലേലും പിന്നെ നല്ലവരൊക്കെ ദൈവം നേരത്തെ വിളിക്കും. അതുകൊണ്ടല്ലേ എൻ്റെ കെട്ടിയവനെ ദൈവം തമ്പുരാൻ നേരത്തെ അങ്ങ് കൊണ്ടുപോയേ. ഒന്നില്ലെങ്കിലും വർക്ക് ഇപ്പോഴല്ലേ പോയുള്ളൂ. അതോർത്ത് നീ സമാധാനിക്ക്, കരയാതെ നീ സമാധാനിക്ക്. ഞാൻ പറഞ്ഞില്ലേ പെട്ടി കറക്റ്റാ.
3:30. നുകരുമിടത്തിൽ പോകുന്നു ഞാൻ എന്നുമെന്നേക്കും സഹജന്മാരെ സ്നേഹിതഗണമേ യാത്ര ചെയ്താ ഞാൻ ചോദിക്കുന്നു നിങ്ങളെനിക്കായി ചെയ്തതിനെല്ലാം നിശികാനാഥൻ